ഈ ഡോക്ടർ സന്ദീപ്, ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത്, ഡോക്ടർ പറഞ്ഞത് ഇത്തരത്തിലുള്ള എന്താണ് ഈ ബോർഡർ ലൈൻ ഡിസോർഡറിനെ പറ്റിയോ മനോരോഗത്തെ പറ്റിയോ ഒക്കെയാണ്. നോക്കൂ, ഇതും ഒരു പ്ലാനിങ് ആണെന്ന് ഷഫീദ് പറയുകയാണ്. കാര്യം അവനെ അവിടെ കാത്തു നിൽക്കുന്ന സമയം കൊണ്ട് വീട്ടിൽ അവൻ്റെ വീട്ടിൽ അവൻ്റെ കാമുകിയെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ സമയം നോക്കുമ്പോൾ രാവിലെ 10:30 അമ്മയെ ഈ കഴുത്തിൽ ഷാള് കുരുക്കി നിലത്തടിക്കുന്നു, ഒരുപാട് ചോര പോകുന്നു, മരിച്ചു എന്നവൻ ഉറപ്പിച്ചു. 1:15 മുത്തശ്ശി സൽമാവിയെ കൊല്ലുന്നു. 3 മണിക്കും ആ സമയത്ത് പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയും ചുള്ളാളത്തെ വീട്ടിലെത്തി കൊല്ലപ്പെടുന്നു. നല്ല ദൂരം അവിടെയുണ്ട്. അതിനുശേഷം ബാക്ക് ടു വീട്ടിലോട്ടെത്തുന്നുണ്ട്. 4 മണിക്ക് കാമുകിയെ വിളിച്ചു വരുത്തി കൊല്ലുന്നു. അതിനുശേഷം ഇവൻ ഈ പാവം പിടിച്ചവൻ കുഴിമന്തി വാങ്ങി വീട്ടിൽ പോകും, അവനെയും കൊല്ലുന്നു. ഇത് കൃത്യം വളരെ പ്ലാനിങ് ആണ്. വളരെ ഒരു ഓറിയന്റേഷൻ പ്രശ്നമില്ലാതെ, ഒരു ചിന്താ പ്രശ്നങ്ങളും ഇല്ലാതെ, വളരെ വളരെ പട്ടിക വെച്ച് പ്ലാൻ ചെയ്ത പോലെ കൊലപാതകങ്ങൾ പൂർത്തിയാക്കി, അവൻ്റെ മിഷൻ പൂർത്തിയാക്കി. സ്റ്റേഷനിൽ പോയി 6 പേരെ കൊന്നു എന്ന് പറഞ്ഞു. അമ്മ മരിച്ചു എന്നാണ് അവൻ ധരിച്ചത്. അമ്മ മരിച്ചിരുന്നില്ല. ഇങ്ങനെ മനോരോഗികളുണ്ടാവുമോ ഡോക്ടർ സന്ദീപ്? അതായത് ഹലോ, കേൾക്കാവോ? കേൾക്കാം. ഹലോ, കേൾക്കാം സന്ദീപ്. ഓക്കെ. അതായത് ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു ഡിസോർഡർ ആണോ, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് തന്നെയാണോ എന്നുള്ളതൊരു, അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഒരു ഡെവലപ്മെൻറ്റ് തന്നെയാണോ എന്നുള്ള ഒരു തർക്കം നിൽക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ വളരെ പ്ലാൻഡ് ആയിട്ട് തന്നെ, അവർ വളരെ ഇൻ്റലക്ച്വൽസ് തന്നെയായിരിക്കും. ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആൾക്കാരെക്കാളും മിടുക്കരായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ക്രിമിനൽസ്. അവർക്ക് ഈ മനോരോഗത്തിൻ്റെ ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തിൻ്റെ മുൻപിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള ഒരു അവസരം കൊടുത്തുകൂടാ. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ സ്കിസോഫ്രീനിയ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ടുള്ള ആൾക്കാർ അവർ ഇത്തരത്തിൽ പ്ലാൻഡ് ആയിരിക്കില്ല. അവർക്ക് ഇത്തരത്തിലുള്ള തെളിവുകൾ നശിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള അറിവോ ശിക്ഷകളെക്കുറിച്ചുള്ള ബോധമോ ഒന്നും ആയിരിക്കില്ല. അവർ റിയാലിറ്റിയിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ശരിക്കും മനോരോഗികൾ. ഇത്തരത്തിലുള്ള ആൾക്കാർ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ പോലുള്ള ആൾക്കാർ, അവർ ശരിക്കും മനോരോഗികൾ എന്നുള്ള പട്ടികയിൽ പെടുത്താൻ പറ്റില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ഈ ചെറിയ മൈൽഡായിട്ടുള്ള ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറും ഒപ്പം തന്നെയുള്ള ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന രീതിയും, അതായത് സ്വയം ചികിത്സ നടത്തുക, സന്തോഷം കണ്ടെത്തുന്നതിന് ഡ്രഗ്സാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ ഒരു ക്രിമിനോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ഉണ്ട് എന്നുള്ളതിൽ തന്നെ ഈ ഒരു വ്യക്തിയിൽ മാത്രം നിന്ന് ചർച്ച ചെയ്യാനോ, ഈ ഒരു കേസിൻ്റെ കുറിച്ച് മാത്രം വിശാലമായി പോവുകയും